ചരിത്ര പ്രാധാന്യമുള്ള നഗരമാണ് ഡൽഹി. ഓരോ യാത്രാപ്രേമികൾക്കും അവരുടേതായ ആഗ്രഹത്തിനനുസരിച്ചുള്ള സ്ഥലങ്ങൾ ഡൽഹിയിലുണ്ട് എന്നതാണ് പ്രത്യേകത. എന്നാൽ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഡൽഹിക്കുമുണ്ട് കുറച്ച് നിയമങ്ങൾ. ഡൽഹിയിൽ ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രം കണ്ടു മടങ്ങരുത്, ഇവിടുത്തെ മാർക്കറ്റുകൾ കൂടി എക്സ്പ്ലോർ ചെയ്യണം. അത്രയ്ക്ക് മാർക്കറ്റുകളും കാഴ്ചകളും ഇവിടെയുണ്ട്. ജൻപത്ത്, ലാജ്പത് നഗർ, സരോജിനി, കരോൾ ബാഗ്, ചാന്ദിനി ചൗക്ക് തുടങ്ങിയവയാണ് പ്രധാന മാർക്കറ്റുകൾ. കുറഞ്ഞ ചിലവിൽ ഓട്ടോമൊബൈൽ പാർട്സുകളും ഇലക്ട്രോണിക് ഐറ്റംസുകളും ഫാഷൻ വസ്ത്രങ്ങളും കുട്ടികൾക്കുള്ള ടോയ്സുകളും എന്നിവയ്ക്ക് പേരുകെട്ട മാർക്കറ്റുകളാണിവ. നിങ്ങൾ ഡൽഹി സന്ദർശിക്കുകയും രുചികരമായ മുഗൾ ഭക്ഷണം ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ വൃത്തിയുടെ കാര്യം നോക്കിയാൽ പലയിടങ്ങളിലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല ഹോട്ടലുകളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. കുടിക്കുന്ന വെള്ളമാണ് അടുത്തത്. ഒരിക്കലും അവർ തരുന്ന വെള്ളം കുടിക്കാതിരിക്കുക. ബ്രാൻഡഡ് കുപ്പിവെള്ളം ആവശ്യപ്പെടുക. ബസ്, ഓട്ടോറിക്ഷ, ടാക്സി, ഡൽഹി മെട്രോ റെയിൽവേ, സബർബൻ റെയിൽവേ എന്നിവയാണ് പൊതുഗതാഗത മാർഗങ്ങൾ. രാവിലെ 11 മണി വരെയും വൈകിട്ട് 5-ന് ശേഷവും റോഡുകളിൽ വാഹന തിരക്കായിരിക്കും. ഏറെക്കുറെ എല്ലായിടത്തും മെട്രോ റെയിൽ സർവീസ് ഉണ്ട്. മെട്രോയാണ് നല്ല ഓപ്ഷൻ. ദില്ലിയുടെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ഏപ്രിൽ മുതൽ ജൂലൈ പകുതി വരെ വേനൽക്കാലമാണ്. മെയ്, ജൂൺ, ജൂലൈ ആകുമ്പോഴേക്കും 49 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാറുണ്ട്. ജൂൺ മുതൽ തുടങ്ങും കടുത്ത ചൂട്. സഞ്ചാരികൾക്ക് ഈ സമയം ഒട്ടും അനുയോജ്യമല്ല. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടുത്തെ മഴക്കാലം. വളരെ ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥയാണിത്. ഇതും സഞ്ചാരികൾക്ക് ഒട്ടും അനുയോജ്യമല്ല. ഒക്ടോബറോടുകൂടി ചൂട് കുറഞ്ഞ് തണുപ്പിന് വരവേൽക്കാനുള്ള സമയമാകും. നവംബർ പകുതിയോടുകൂടി തണുപ്പ് കാലമാകും. ഡിസംബറിലാണ് തണുത്ത് വിറയ്ക്കുന്ന കാലമാകുക. ജനുവരി കട്ട തണുപ്പായിരിക്കും. ചില ദിവസങ്ങളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുവാൻ ഇടയുണ്ട്. കമ്പിളി വസ്ത്രങ്ങളും മറ്റും ധരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ. നിങ്ങൾ ഡൽഹിയിൽ കാലുകുത്തിയല്ല ആദ്യം ചെയ്യേണ്ടത് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ഊരി സുരക്ഷിതമായി പെട്ടിയിൽ വെക്കുക എന്നതാണ്. അണിയുന്നത് ഒട്ടും സുരക്ഷിതമല്ല. രണ്ടാമത് പോക്കറ്റടി സൂക്ഷിക്കുക എന്നതാണ്. ശ്രദ്ധ ഒന്ന് മാറിയാൽ അടിച്ചുകൊണ്ട് പോകും. CCTV ക്യാമറ ഒക്കെ കാണും, പക്ഷേ ഒരു കാര്യമില്ല. മൂന്നാമതായി തിരക്കുള്ള ഇടങ്ങളിലും റോഡുകളിലും ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകാതിരിക്കുക. ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ഒരു നിമിഷം മതി. ഡൽഹിയിൽ കാലങ്ങളായി ജീവിക്കുന്ന 10-7 പേർക്കും ഇത്തരം ദുരനുഭവങ്ങൾ നേരിട്ടവരായിരിക്കും. ഫ്ലൈറ്റ്, ട്രെയിൻ, ഹോട്ടൽ ടിക്കറ്റുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക എന്നതാണ് മറ്റൊരു കാര്യം. തിരക്കുള്ള നഗരമായതിനാൽ നേരത്തെ ബുക്ക് ചെയ്താൽ ചെറിയ പൈസയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ഹോട്ടൽ മുറികൾ മിക്കപ്പോഴും പ്രീ ബുക്കഡ് ആയിരിക്കും. ഒരു പ്ലാൻ ഇല്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പല ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും തിങ്കൾ അവധിയായിരിക്കും. ചിലയിടങ്ങളിൽ വെള്ളി ആയിരിക്കും അവധി. അതുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി മാത്രം സന്ദർശിക്കുക.